ഇതാണ് ഞാവൽപ്പഴം. അതായത് ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണേ, മേടിച്ചതാണ് ഈ ഞാവൽപ്പഴം. കണ്ടോ, നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമ്മൾ പുറത്ത് മേടിക്കുന്ന സാധനമാണല്ലോ. അപ്പം നന്നായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും പൂക്കിയിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഞാവൽപ്പഴം. അപ്പം അധികം വാങ്ങിക്കാൻ കിട്ടിയില്ല. കുറേ തിരഞ്ഞപ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. ഒരു ആൾ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണിത്. നല്ല കളറുമാണ്, നല്ല വൈലറ്റ് കളർ അതിനകത്ത്. ഇത് ഞാൻ കാണിച്ചില്ലേ ഞാവൽപ്പഴം കഴിഞ്ഞ വീഡിയോയിൽ, അതേ ഞാവൽപ്പഴം തന്നെയാണ് ഇത്. നോക്കി, ഞാവൽപ്പഴം മിക്സിയിൽ അടിച്ചപ്പോൾ അതിൻ്റെ കളർ എന്താ പർപ്പിൾ കളറ് നോക്കി. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ ഇതേ കളർ തന്നെ കിട്ടുമോ നമുക്ക് നോക്കിയാലോ. ഉണ്ടോ പുട്ടിൻ്റെ മാവ് ഞാൻ ഈ ഞാവൽപ്പഴം മിക്സിയിൽ അരച്ചതിലോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, ഞാവൽപ്പഴം മിക്സിയിൽ അടിച്ചു. അത് കഴിഞ്ഞിട്ട് അരിമാവായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇതേപോലെ നല്ലൊരു പർപ്പിൾ കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് പുട്ട വെച്ചിട്ട് ഞാൻ കാണിക്കാം. അല്ല, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗം ഉള്ളിലും ഒക്കെ തന്നെ നല്ല പർപ്പിൾ കളർ.